നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. പക്ഷേ നിനക്ക് വേണ്ടി ഞങ്ങളോട് പലതവണ വഴക്കിട്ട നിന്റെ കൈലാഷ് സാറിന് വേണ്ടി നീ ഇത് ചെയ്യണം. അതൊരു മര്യാദയാ പ്രിയ. നിങ്ങൾക്ക് വേണ്ടിയാ കൈലാഷ് സാറ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് PK സാറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വന്നത്. നിങ്ങൾ കാരണ PK സാറ് കൈലാഷ് സാറിനെ ഈ കമ്പനിയുടെ ഒരു മൂലയിലേക്ക് നാട് കടത്തിയത്. കൈലാഷ് സാറിന് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പകുതിയെങ്കിലും നിനക്ക് കൈലാഷ് സാറിനോടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നീ ഈ കമ്പനിയിൽ ജോലി ചെയ്യണം. കരുണാകരൻ, നിർബന്ധിക്കണ്ട. കൈലാഷിനോട് പ്രിയന് വലിയ സ്നേഹമോ താല്പര്യമോ ഒന്നുമില്ല. അതൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള വെറും ഷോ മാത്രമായിരുന്നു. ജോലി റിസൈൻ ചെയ്ത സ്ഥിതിക്ക് കൈലാഷിനെ കുറിച്ച് പ്രിയൻ എന്തിനാലോചിക്കണം? കൈലാഷിന് ചീത്ത പേരുണ്ടായാലും കൈലാഷിന്റെ കമ്പനിക്ക് നഷ്ടം ഉണ്ടായാലും പ്രിയൻ എന്താ? പ്രിയൻ പൊയ്ക്കോളൂ. കൈലാഷ് സാറിന് വേണ്ടി ഈ ഒരു ദിവസം കൂടി ഞാനിവിടെ ജോലി ചെയ്യാം. ചേച്ചി, മെറ്റീരിയൽസ് വാങ്ങി വരാൻ ഇത്ര സമയം വേണോ? പ്രിയൻചേട്ടൻ എന്താ വരാത്ത? മെറ്റീരിയൽസ് വാങ്ങാൻ പോയതാണോന്ന് എനിക്ക് ഉറപ്പില്ല. ഇടയ്ക്ക് കരുണാകരൻ സാറ് പ്രിയനെ മെറ്റീരിയൽസ് വാങ്ങാൻ പറഞ്ഞയക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രിയൻ ഇന്നിനി വരുമോന്ന് സംശയ. ലീവാണെങ്കിൽ മോഹനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. മോഹനോട് ചോദിച്ചു നോക്കാം. ആരാ ജോലി ചെയ്യുമ്പോ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാനോ? നീയായിരുന്നോ? എന്താ ഇങ്ങ വന്നേ. എന്താ ജിന്തി, എന്നെ കാണാൻ കൊതിയായോ? കാണാൻ തോന്നുമ്പോഴേ മാർക്കും ചോക്ക് വെച്ച് എറിയണ്ട. കരുനാഗൻ കണ്ടാലേ പ്രശ്നാവും. ഷൂഷു ഷൂഷു എന്ന് വിളിച്ചാ മതി. വീട്ടിലിരിക്കുമ്പോഴേ കാണാൻ കൊതിയായാലേ വീഡിയോ കോൾ വിളിച്ചാ മതി. കാണാൻ കൊതിയായിട്ടൊന്നും അല്ല. പിന്നെ പ്രിയൻ ഇന്ന് ലീവാണോ? മോഹനെ വിളിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇന്ന് ലീവായിരിക്കും. അല്ല, നീ എന്തിനാ പ്രിയനെ അന്വേഷിക്കുന്നത്? ഞാനല്ല പ്രിയനെ അന്വേഷിക്കുന്നത്, ദേ ഇവളാ. ഓ, വന്നപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ നീ പ്രിയനെ അന്വേഷിക്കല്. രാത്രി ഞാൻ ഫോൺ ചെയ്ത് പ്രിയൻചേട്ടനോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയൻചേട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ വരുന്ന ഞാൻ കരുതിയത്. പ്രിയൻചേട്ടനെ വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാലോ ഇന്ന് വരൂ അത് ലീവാണോന്ന്. ഫോൺ അവിടെ വച്ചിരിക്കല്ലേ. ജോലി സമയത്ത് ഫോൺ എടുത്താല് കരുണാകരൻ സാർ എറിഞ്ഞു പൊട്ടിക്കും. എന്റെ ഫോൺ നന്നാക്കിക്കൊണ്ട് വന്നിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. എപ്പോ നോക്കിയാലും സംസാരം തന്നെ, ഒരു ജോലിയും ചെയ്യില്ല. അർജന്റ് ഓർഡർ ഉണ്ടെന്ന് കരുണാകരൻ സാർ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? CC ക്യാമറ എന്താ മിണ്ടാത്തെന്ന് ഞാനിപ്പോ അങ്ങോട്ട് ആലോചിച്ചുള്ളൂ. അപ്പോഴേക്ക് വാ തുറന്നു. ഇന്ന് 300 യൂണിറ്റ് റെഡിയാക്കേണ്ടതാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല. മതി പോയി ജോലി. സംസാരവും ജോലിയും ഒരുമിച്ച് നടന്നോളൂ നിശ്ചയിച്ചി. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും. കരുനാഗത്തോട് അന്വേഷിച്ചാലേ പ്രിയൻ ഇന്ന് ലീവാണോ അല്ലയോ എന്നറിയാം. ഞാനേ പോയി ചോദിക്കാം.
മോഹൻ ചേട്ടാ, കരുനാഗത്തോട് ചോദിക്കൊന്നും വേണ്ട. ദേ ഫ്രേ ചേട്ടൻ വന്നു. പാറ കാലത്തെ മുതൽ നിന്നെ അന്വേഷിക്കുക. നീ എന്താടാ വൈകിയത്? അതൊക്കെ പിന്നെ പറയാം. ആ പ്രിയ, മോനെ പ്രിയ, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്ക്. എല്ലാവരോടും ആയിട്ടാ പറയുന്നത്. 2 അർജന്റ് ഓർഡർ ഉണ്ടെന്ന് ഞാൻ കാലത്ത് പറഞ്ഞില്ലേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളില് അത് ഫിനിഷ് ചെയ്തിരിക്കണം. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണമെന്ന് പ്രിയൻ അത് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരും. നിങ്ങളെല്ലാവരും പ്രിയന്റെ നിർദ്ദേശം അനുസരിച്ച് വേണം ഇന്ന് ജോലി ചെയ്യാൻ. ഇതാദ്യമായിട്ടാണല്ലോ പ്രിയന്റെ നിർദ്ദേശം അനുസരിക്കണമെന്ന് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് എന്താ പറ്റിയത്? ഒരാളുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറും? സാർ, എല്ലാരും പ്രിയനെ അനുസരിക്കണമെന്നാണോ സാറ് പറയുന്നത്? അതെ. പ്രിയനെ അനുസരിക്കണമെന്ന് സാറ് പറയുമ്പോ എന്നെ അനുസരിക്കണ്ട എന്നൊരർത്ഥം കൂടി ഇല്ലേ അതിന്? ഇന്നൊരു ദിവസം നീയും പ്രിയൻ പറയുന്നത് കേട്ട് ജോലി ചെയ്തോളണം. അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ശരി സാർ. ആ പ്രിയ, ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലുണ്ടാവണം. ആരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് നീ ചെയ്തു തീർക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. അപ്പൊ ശരി. പ്രിയ, കരുനാഗത്തിന്റെ സ്വഭാവം ആകെ മാറിയല്ലോ. നീ അയാളെ ഗോഡൌണിൽ കൊണ്ടുപോയി ചവിട്ടി കൂട്ടിയോ? കരുണാകരൻ സാർ പറഞ്ഞാൽ നീയും കേട്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം മാത്രം സംസാരിക്കുക. പോയി ജോലിയെ. ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വെറുതെ എന്നെ ശല്യം ചെയ്യല്ലേ. ഇന്നെന്താ സ്പെഷ്യല്? ഒരു സ്പെഷ്യലും ഇല്ല. പാറു, എന്താ ചന്ദ്ര ചേച്ചി? നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. ഒന്നുമില്ല ചേച്ചി. കഴിക്കുന്നില്ലേ? കഴിക്ക്.